Good afternoon. Refrigeration and air conditioning third module ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് സൈക്രോമെട്രിക് പ്രോസസ്സാണ്, അത് ഏതെല്ലാമാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവ ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻസ് എന്തെല്ലാമാണ്, കൂടാതെ ബൈപ്പാസ് ഫാക്ടർ എന്താണ്, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് വൺ സൈക്രോമെട്രിക് ചാർട്ടിൽ നിങ്ങൾ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് സൈക്രോമെട്രിക് പ്രോസസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ്സിൻ്റെ പേര് അഡയാബാറ്റിക് മിക്സിംഗ് ഓഫ് ടു എയർ സ്ട്രീംസ്. അഡയാബാറ്റിക് മിക്സിംഗ് ഓഫ് ടു എയർ സ്ട്രീംസ്. വാട്ട് ഈസ് അഡയാബാറ്റിക് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിലുള്ള എയർ ഉണ്ടായിരിക്കും. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻതാൽപ്പി ആയിരിക്കും, അതുപോലെ അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വേറെ ആയിരിക്കും, അതുപോലെ അതിൻ്റെ മാസസ് വേറെ ആവും. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി, ഓക്കെ, ഈ രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള രണ്ട് എയറിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു അഡയാബാറ്റിക് ചേമ്പറിൽ വെച്ച് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, അഡയാബാറ്റിക് ചേമ്പറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. അങ്ങനെ അഡയാബാറ്റിക് ചേമ്പറിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പർപ്പസ് എന്താണ് നമുക്കൊക്കെ അറിയാം. സൈക്രോമെട്രിക് ചാർട്ട് എന്ന് പറയുന്നത് സൈക്രോമെട്രിക് പ്രോസസ്സൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, എയർ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എയർ കണ്ടീഷനിങ്ങിൽ നമുക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്, മിക്സിങ് വരാറുണ്ട്. രണ്ട് എയർ സ്ട്രീംസിൻ്റെ മിക്സിങ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു അഡയാബാറ്റിക് മിക്സിങ് ഓഫ് ടു എയർ സ്ട്രീംസ് എന്ത് ചെയ്യണം, ആ ഒരു ഡിസൈനിൻ്റെ കാൽക്കുലേഷനിൽ നമുക്കിത് ഉപകാരപ്പെടും. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഡിസൈനിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിലുള്ള എയർ സ്ട്രീമുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എയർ കണ്ടീഷണറിലാണെങ്കിൽ നിങ്ങൾക്കറിയാം കൂളിംഗ് കോയിൽ ഓർ ഹീറ്റിംഗ് കോയിൽ അവിടെ ഉണ്ടായിരിക്കും. കൂളിംഗ് കോയിലോ ഹീറ്റിംഗ് കോയിലോ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ രണ്ട് എയർ സ്ട്രീമിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡയാബാറ്റിക് ചേമ്പറിൽ മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എയർ എന്ന് പറയുന്നത്. ആ മിക്സ്ചർ ആയിട്ടുള്ള എയറിൻ്റെ ഫൈനൽ കണ്ടീഷൻ, ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിലുള്ള ആളെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ എയർ കണ്ടീഷനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന ആ എയറിൻ്റെ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എയറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ഈ മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഇനീഷ്യലി അവിടെ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ മിക്സിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എയറിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് എന്താണ്, അത് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ എക്സാമ്പിൾ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഓഫ് എയർ, അപ്പോൾ അതിൽ ഒന്നിന് എന്തുണ്ടാവും, രണ്ടിനും രണ്ട് മാസമായിരിക്കും, രണ്ടിനും രണ്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആയിരിക്കും, രണ്ടിനും രണ്ട് എൻതാൽപ്പി ആയിരിക്കും, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കാം. അപ്പോൾ ആ രണ്ട് അവിടുത്തെ ആ പ്രോപ്പർട്ടീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഫൈനൽ മിക്സിങ് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എയറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനീഷ്യലി അവിടെ മിക്സ് ചെയ്തിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എയറിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ഡിപ്പെൻഡ് ആണ്. മെയിൻലി അത് ഏത് പ്രോപ്പർട്ടിയുമായിട്ടാണ് ഡിപ്പെൻഡഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്ക് അഡയാബാറ്റിക് മിക്സിങ്ങിൻ്റെ കേസിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഒന്ന് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് മാസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻതാൽപ്പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻതാൽപ്പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, രണ്ട് എയർ ആണെങ്കിൽ രണ്ട് എയർ സ്ട്രീം ആണെങ്കിൽ രണ്ട് എയർ സ്ട്രീമിൻ്റെയും മാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫൈനൽ അവിടെ മിക്സ് ചെയ്ത് വരുന്നിട്ടുള്ള എയറിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എയറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫിഗർ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ 2 എയർ സ്ട്രീമുകൾ, 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസിലുള്ള എയർ സ്ട്രീമാണ്. അതിൻ്റെ ഫസ്റ്റ് എയർ സ്ട്രീമിൻ്റെ മാസ് എന്ന് പറയുന്നത് m1, അതിൻ്റെ എൻതാൽപ്പി സ്പെസിഫിക് എൻതാൽപ്പി h1, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി w1. അതുപോലെ സെക്കൻഡ് എയർ സ്ട്രീമിൻ്റെ മാസ് എന്ന് പറയുന്നത് m2, സ്പെസിഫിക് എൻതാൽപ്പി h2, അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് w2. ഇവ രണ്ടും നമ്മൾ എന്താണ്, അഡിയാബാറ്റിക് മിക്സിംഗ് നടക്കണം. ഒരു അഡിയാബാറ്റിക് ചേമ്പറിൽ മിക്സിംഗ് നടക്കണം. അഡിയാബാറ്റിക്കിൽ നടക്കാൻ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് അഡിയാബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന നമ്മൾ നോ ഹീറ്റ് അഡീഷൻ ഓർ ഹീറ്റ് റിജക്ഷനോ നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആളാണ് നമുക്ക് വരിക, ഫൈനൽ മിക്സർ എയർ. അപ്പോൾ അന്നേരം അവിടുത്തെ ഫൈനൽ നമുക്ക് ആ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എയറിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവിടുത്തെ മാസ് എന്ന് പറയുന്നത് m3, അവിടുത്തെ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയുന്നത് h3, അതുപോലെ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, w3. സോ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെൻ്റ് ചെയ്യും. നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ m1 h1 w1 ആ കണ്ടീഷൻ നമുക്കറിയാം. m1 അറിയാമെങ്കിൽ m1 നമുക്കിതിൽ മാസ് നമുക്കിതിലൊരു പാരാമീറ്ററായിട്ട് ഇതിൽ വരുന്നില്ല, നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ പ്രോപ്പർട്ടി ആയിട്ട് മാസ് നമ്മൾ കാണിക്കാറില്ല. ബട്ട് h1 നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് എൻതാൽപ്പി അറിയാം, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി അറിയാലും എന്ത് ചെയ്യാം, 1 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പെസിഫിക് എൻതാൽപ്പിയും അതുപോലെ തന്നെ w1 ദാറ്റ് മീൻസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അറിയാം. സോ ആ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി w1 എന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആ w1-നുള്ള ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് h1 എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് h1-നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് കിട്ടും. അല്ല ഇനിയിപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വെച്ചിട്ട് 1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ 2 പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1 എന്ന് പറയുന്ന പോയിന്റ് സൈക്രോമെട്രിക് ചാർട്ടിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ എയറിൻ്റെ കണ്ടീഷൻ അത് നമുക്ക് എങ്ങനെ നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതും ഇതേപോലെ w2 അതുപോലെ h2 എന്ന് പറയുന്ന അത് രണ്ടും അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ TD2 മീൻസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സ്പെസിഫിക് എൻതാൽപ്പി അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 1 to 2 എന്ന് പറയുന്നതാണ് എന്ത്, ഇവിടെ 1 to 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. 1 to 2 എന്ന് പറയുന്ന ഈ ഒരു ലൈനാണ് ആക്ച്വലി ഇവിടെ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അഡിയാബാറ്റിക് മിക്സിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 to 2 എന്ന് പറയുന്ന ഈ ലൈനാണ് എന്ത് ചെയ്യുന്നത്, അഡിയാബാറ്റിക്. ഇതിനൊരു ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. 1 to 2 എന്ന് പറയുന്നതാണ് എന്ത്, അഡിയാബാറ്റിക് മിക്സിങ് കാണിക്കുന്ന 2 എയർ സ്ട്രീമിൻ്റെ അഡിയാബാറ്റിക് മിക്സിങ് കാണിക്കുന്ന ആ പ്രോസസ്സ് കാണിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് സൈക്രോമെട്രിക് ചാർട്ടിൽ 1 to 2 ആണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി ആഫ്റ്റർ മിക്സിങ് നമുക്കറിയാം എയറിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരും അല്ലേ. ആ 2 എയർ മിക്സ്ചർ ആ മിക്സ്ചറാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്തായാലും മാറ്റം സംഭവിക്കും. അപ്പോൾ ആ ഫൈനൽ നമുക്ക് കിട്ടുന്ന എയറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 3 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 3 ആയിട്ടാണ്. ആ 3 എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയോ ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ ഈ 1 to 2 എന്ന് പറയുന്ന ലൈനിൽ എവിടെയോ ആണ് വരിക. ബട്ട് അത് നമുക്ക് അറിയില്ല, അത് നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. അത് 3 എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് സൈക്രോമെട്രിക് ചാർട്ടിൽ ഈ ഫൈനൽ കണ്ടീഷൻ അഡിയാബാറ്റിക് മിക്സിങ് നടത്തി കഴിഞ്ഞാൽ 2 എയർ സ്ട്രീമിൻ്റെ അഡിയാബാറ്റിക് മിക്സിങ് കഴിഞ്ഞാൽ ഫൈനലി ഈ 3 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സൈക്രോമെട്രിക് ചാർട്ടിൽ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ
ഇതിനെ നമുക്ക് ഡെറിവേഷൻ്റെ ആവശ്യം നിങ്ങളെ സിലബസ് പ്രകാരം പറയുന്നില്ല, എന്നാലും നമ്മളൊന്ന് പറയുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 എയർ സ്ട്രീമാണ്, 1 and 2. ആഫ്റ്റർ മിക്സിങ്, അഡിയാബാറ്റിക് മിക്സിങ് കഴിഞ്ഞിട്ടുള്ളത് ആ ഫിഗർ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാം. അത് നമ്മൾ സൈക്രോമാറ്റിക് ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ലെറ്റ് M1 എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് എയർ എൻറ്ററിങ് അറ്റ് 1. H1 എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ഓഫ് എയർ എൻറ്ററിങ് അറ്റ് 1. W1 എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എയർ എൻറ്ററിങ് അറ്റ് 1. ആക്ച്വലി ഇവിടെ നിങ്ങൾ എൻതാൽപ്പി എന്ന് പറയുന്നത് സ്പെസിഫിക് എൻതാൽപ്പിയാണ് കേട്ടോ, സോറി, ഇവിടെ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് തന്നെ പറയണം. ദെൻ M2, H2, W2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്, സ്പെസിഫിക് എൻതാൽപ്പി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അറ്റ് 2. അപ്പോൾ 2 കണ്ടീഷനിലുള്ള എയർ ആണ് വരുന്നത്. ആഫ്റ്റർ മിക്സിങ്, അഡിയാബാറ്റിക് മിക്സിങ് നമുക്ക് കിട്ടുന്ന എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മാസ് എന്ന് പറയുന്നത് M3, അതിൻ്റെ സ്പെസിഫിക് എൻതാൽപ്പി H3, അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് W3. ഓക്കെ, അറ്റ് കണ്ടീഷൻ 3. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് ഡിഫൈൻ ചെയ്തു, എന്താണ് ഓരോ പാരാമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം അഡിയാബാറ്റിക് മിക്സിംഗ് ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഹീറ്റ് ഇൻട്രാക്ഷൻ അല്ലേ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതുകൊണ്ട് അവിടെ ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻറ്ററിങ് എയറിൻ്റെ എൻതാൽപ്പിയിൽ ലോസ് ഉണ്ടാവില്ല അല്ലേ. എൻ്റർ ചെയ്ത എയർസിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് അതിൽ യാതൊരുവിധ ലോസും എന്ത് ചെയ്യില്ല, അവിടെ സംഭവിക്കില്ല. ബിക്കോസ് അവിടെ ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ നടക്കുന്നില്ല. അതുകൊണ്ട് ആ എൻതാൽപ്പിയിൽ എന്ത് വരുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ എൻതാൽപ്പിയിൽ ചേഞ്ച് വരുന്നില്ല. കാരണം അവിടെ എനർജി അഡീഷൻ നടക്കുന്നില്ല, ഹീറ്റ് അഡീഷൻ വരുന്നില്ല. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്കാണ്. അവിടെ ഒരു വർക്ക് ആക്ച്വലി അവിടെ എന്ത് നടക്കുന്നില്ല, ഒരു വർക്ക് ട്രാൻസ്ഫറും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു അഡിയാബാറ്റിക് മിക്സിങ്ങിൽ നടക്കുന്നില്ല. അപ്പോൾ നമ്മളത് അസ്യൂം ചെയ്യാണ് എൻതാൽപ്പി എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നില്ല, എൻതാൽപ്പിയിൽ യാതൊരുവിധ ലോസും ഡ്യൂറിങ് മിക്സിങ് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ 2 എയറിൻ്റെയും എൻതാൽപ്പിയിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല, അതിൽ ലോസ് സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലും എന്ത് വരുന്നില്ല, ഈ മിക്സിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിലും എന്ത് ചെയ്യുന്നില്ല, മാറ്റം മീൻസ് അതിലും ഒരു ലോസ് സംഭവിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് ബാലൻസ് ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്കറിയാം മാസ് ബാലൻസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ. നിങ്ങൾ നോക്കിക്കേ, മാസിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇവിടെ നിന്ന് കയറുന്ന എയറിൻ്റെയും മാസ് രണ്ടും കൂട്ടിയതായിരിക്കും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുക, ഈ പറയുന്ന ഫൈനലി ഇവിടെ 3 എന്ന് പറയുന്ന കണ്ടീഷനിൽ കിട്ടുക. അപ്പോൾ അവിടെ മാസ് ബാലൻസ് ഇക്വേഷൻ നമുക്ക് എഴുതാം. M1 + M2 = M3 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. M1 + M2 = M3. പിന്നെ അടുത്തത് എന്താണ്? എനർജി ബാലൻസ് ഇക്വേഷൻ ആണ്. കാരണം എനർജിയിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡ്യൂറിങ് ഈ ഒരു പ്രോസസ്സിൽ എനർജി എന്ന് പറയുന്നത് ആൾവേസ് എന്താണ്, കൺസേർവ്ഡ് ആണ്. അപ്പോൾ എനർജിയിൽ യാതൊരുവിധ മാറ്റവും എന്ത് ചെയ്യില്ല, അവിടെ സംഭവിക്കില്ല. സോ അപ്പോൾ നമ്മളിവിടെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് എൻതാൽപ്പിയാണ്. കാരണം നമുക്ക് ആ എനർജി ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എൻതാൽപ്പിയാണ്. എൻതാൽപ്പി ചേഞ്ചിനെ ബേസ് അല്ലെങ്കിൽ എൻതാൽപ്പി എന്ന പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എനർജി കണ്ടുപിടിക്കുക. കാരണം എനർജീൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം കിലോ ജൂൾ ആണ്. അപ്പോൾ എൻതാൽപ്പിയുടെ യൂണിറ്റ് നിങ്ങൾക്കറിയാം കിലോ ജൂൾ ആണ്. സോ എനർജി ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ അതായത് കൊണ്ടാണ് എൻതാൽപ്പി എടുക്കുന്നതല്ല. അതിന് ഫിസിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം എൻതാൽപ്പി എന്ന് പറയുന്നത് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എനർജി ബാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, എൻതാൽപ്പിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സ്പെസിഫിക് എൻതാൽപ്പി ആണുള്ളത്. അത് kJ/kg kJ/kg നമ്മുടെ എന്ത് വരിക, സ്പെസിഫിക് എൻതാൽപ്പി വരിക. പക്ഷെ നമുക്ക് എന്ത് മതി, നമുക്ക് എനർജി ബാലൻസ് ആണ് അറിയേണ്ടത്. എനർജി ബാലൻസ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് കിലോ ജൂൾ ആണ് വരിക അല്ലേ, ഇൻ ടേംസ് ഓഫ് കിലോ ജൂൾ. എനർജിയുടെ യൂണിറ്റ് എന്താണ്, കിലോ ജൂൾ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കണ്ടീഷനിലും എന്ത് ചെയ്താൽ മതി, എൻതാൽപ്പി എന്ന് പറയുന്നത് നമുക്ക് എൻതാൽപ്പി ആയിട്ടാണ് കിട്ടേണ്ടത്, നോട്ട് സ്പെസിഫിക് എൻതാൽപ്പി. സ്പെസിഫിക് എൻതാൽപ്പി എപ്പോഴും kJ/kg കിട്ടുക. നമുക്ക് വേണ്ടത് എന്താണ് മക്കളെ,
നമുക്ക് വേണ്ടത് എൻതാൽപ്പിയാണ്. എന്താ യൂണിറ്റ്? അതിൻ്റെ യൂണിറ്റ് കിലോ ജൂളാണ്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് എൻതാൽപ്പി ബാലൻസ്, അല്ലെങ്കിൽ എൻതാൽപ്പി ബാലൻസ് തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്? എനർജി ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എൻതാൽപ്പി ബാലൻസിന് അല്ലെങ്കിൽ എനർജി ബാലൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ സ്പെസിഫിക് എൻതാൽപ്പി അറ്റ് വൺ എന്ന് പറയുന്ന എയറിൻ്റെ അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയറിൻ്റെ സ്പെസിഫിക് എൻതാൽപ്പിയുടെ കൂടെ അവിടുത്തെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോഗ്രാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ എൻതാൽപ്പി കിട്ടും. ഓക്കെ, അവിടുത്തെ എൻതാൽപ്പി കിട്ടും അല്ലേ? കിലോ ജൂളിൽ എൻതാൽപ്പി കിട്ടും. അതേപോലെ M2 വെച്ചിട്ട് കൊടുത്താൽ അവിടുത്തെ എൻതാൽപ്പി കിട്ടും. ഈ 2 എൻതാൽപ്പിയും കൂടി ആഡ് ചെയ്തതാണ് നമുക്ക് ഫൈനലി വരുന്ന മിക്സ്ചറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത് പറയുന്നത്? എനർജി ബാലൻസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മാസ് ബാലൻസ് നെക്സ്റ്റ് എന്താണ്? നമുക്ക് അവിടെ വാട്ടർ വേപ്പർ പ്രസൻ്റ് ആണ്. കാരണം നമ്മൾ സൈക്രോമെട്രിക് പ്രോസസ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സൈക്രോമെട്രിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ആരാ വരുന്നത്? മോയിസ്റ്റ് എയറാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ആരുണ്ടാവും? വാട്ടർ വേപ്പർ പ്രസൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ വേപ്പറിൻ്റെ മാസ് ബാലൻസും കൂടി ഒന്ന് നടത്തണം. അപ്പോൾ നമ്മൾ അതും കൂടി എന്ത് ചെയ്യണം? നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മാസ് ബാലൻസ് ഓഫ് വാട്ടർ വേപ്പർ നടത്തുക? അപ്പോൾ നമുക്ക് ഇവിടെ 1 കിലോഗ്രാം ഡ്രൈ എയറിൽ എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ഗ്രാം വാട്ടർ വേപ്പർ പ്രസൻ്റ് ആണ് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലേ? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ W കൊണ്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ആ W ഇനി നമ്മുടെ 2 എയർ സ്ട്രീമിൻ്റെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്കറിയാം. പക്ഷെ അത് നിങ്ങൾ നോക്കിക്കേ, അതെന്താണ്? കിലോഗ്രാം പെർ കിലോഗ്രാം അല്ലേ? അതിനെന്തില്ല. അതിന് നമുക്ക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? കിലോഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ, അല്ലെങ്കിൽ ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ആക്ച്വലി ഇതൊരു റേഷ്യോ ആണ്. അവിടെ എന്ത് വരുന്നില്ല അല്ലേ? കൃത്യമായിട്ട് നമുക്ക് കിലോഗ്രാമിൽ മാസിനെ കിട്ടില്ല. അപ്പോൾ കിലോഗ്രാമിൽ ഈ വാട്ടർ വേപ്പർ എത്ര കിലോഗ്രാം വാട്ടർ വേപ്പർ അല്ലെങ്കിൽ എത്ര ഗ്രാം വാട്ടർ വേപ്പറിൽ അല്ലേ? അതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അല്ലാതെ 1 കിലോഗ്രാമിൽ എത്ര അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാസ് ബാലൻസ് നടക്കില്ല. മാസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ എന്തായിരിക്കണം? കിലോഗ്രാം ഓർ ഗ്രാം അല്ലേ? അപ്പോൾ അത് ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 1 കിലോഗ്രാമിൽ എത്ര അല്ലേ? നമ്മുടെ എയറിൽ 1 കിലോഗ്രാമിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളത് W1 അല്ലെങ്കിൽ W2 എന്നൊക്കെ പറയുന്നത് എന്താണ്? 1 കിലോഗ്രാമിലുള്ള അളവാണ്. എന്നാൽ അവിടെ എത്ര കിലോഗ്രാം ഓഫ് എയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആൾറെഡി അറിയാം. അതാണ് M1 M2. സോ M1 ഇൻറ്റു W1 കൊടുത്താൽ എന്ത് കിട്ടും? ആ 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയറിൽ എത്ര കിലോഗ്രാം വാട്ടർ വേപ്പർ പ്രസൻ്റ് ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയറിൽ എത്ര കിലോഗ്രാം വാട്ടർ വേപ്പർ പ്രസൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ഇതെന്താണ്? M1 എന്ന് പറയുന്നത് മാസ് ഓഫ് എയർ ആണ്. മാസ് ഓഫ് എയർ അല്ലേ? അത് ഇൻറ്റു പിന്നെന്താ വരുന്നത്? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? മാസ് ഓഫ് എയർ ആണല്ലോ. ഈ മാസ് ഓഫ് എയറും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി നിങ്ങൾക്ക് എന്താ കിട്ടുക? മാസ് ഓഫ് വാട്ടർ വേപ്പർ. അപ്പോൾ 1 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള വാട്ടർ വേപ്പർ നിങ്ങൾക്ക് അതിൻ്റെ മാസ് കിട്ടി. പ്ലസ് രണ്ടാമത് എയർ സ്ട്രീമിൻ്റെ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ എത്രയാണ് എന്നുള്ളത് അതിൻ്റെ മാസും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് എന്ത് ചെയ്യുക? നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ, അതായത് ഈ രണ്ടിൻ്റെയും മിക്സ്ചറിൽ ആഫ്റ്റർ അഡിയബാറ്റിക് മിക്സിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാട്ടർ വേപ്പറിൻ്റെ അളവ് എന്ന് പറയുന്നത് അതാണ് M3 W3 എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, M3 എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്?
നമ്മൾ അസ്യൂം ചെയ്തു എന്ത്, ഇവിടെ എനർജി ലോസ് ഇല്ല, അല്ലെങ്കിൽ എൻതാൽപ്പി ലോസ് ഇവിടെ സംഭവിക്കുന്നില്ല, അഡിയബാറ്റിക് മിക്സിംഗ് ആണ്. അതുപോലെ തന്നെ മാസിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. മാസിൽ എന്തായാലും എന്ത് ചെയ്തില്ല, മാസ് നമുക്കറിയാലോ, മാസ് കൺസേർവ്ഡ് ആണ്, ആസ് വെൽ ആസ് എനർജിയും എന്താണ്, കൺസേർവ്ഡ് ആണ്. പക്ഷെ എൻതാൽപ്പിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാറ്റം വരാം. എനർജി കൺസേർവ്ഡ് ആയാലും എൻതാൽപ്പി എന്താവണമെന്നില്ല, കോൺസ്റ്റന്റ് ആവണമെന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റുകളാണ്. അപ്പോൾ എൻതാൽപ്പിയിൽ ഇവിടെ ലോസ് വരുന്നില്ല, ഇവിടെ എൻതാൽപ്പിയിൽ എന്ത് വരുന്നില്ല, ലോസ് വരുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലും ഡ്യൂറിങ് മിക്സിങ് എന്ത് നടക്കുന്നില്ല, ലോസ് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാം, അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ നടക്കുന്നില്ല. അതുകൊണ്ട് യാതൊരു വിധത്തിലും എന്ത് ചെയ്യില്ല, എനർജി ഇൻട്രാക്ഷൻ അവിടെ നടക്കാത്തത് കൊണ്ട്, ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് നടക്കാത്തത് കൊണ്ട് നമ്മുടെ എൻതാൽപ്പിയിൽ ആ രീതിയിലുള്ള ചേഞ്ച് വരില്ല. പിന്നെ ഡ്യൂറിങ് ഫ്ലോ, നമ്മുടെ വർക്ക് നടക്കുന്ന സമയം അല്ലെങ്കിൽ ഡ്യൂറിങ് ആ മിക്സിങ് നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ രീതിയിൽ എന്ത് വരില്ല, ചേഞ്ച് വരുത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, എൻതാൽപ്പിയിൽ ചേഞ്ച് വരാനുള്ള ചാൻസുകളുണ്ട്. എന്തെങ്കിലും വർക്ക് ഇന്റേണലി നടന്നാലും എന്ത് ചെയ്യാം, എൻതാൽപ്പിയിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ രീതിയിലൊന്നും നമ്മൾ എൻതാൽപ്പിയിൽ എന്ത് നടക്കുന്നില്ല, യാതൊരുവിധ ലോസും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്യൂറിങ് മിക്സിങ്ങിലും എന്ത് നടക്കുന്നില്ല, നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലും എന്ത് വരുന്നില്ല, ഓരോ എയർ സ്ട്രീമിൻ്റെയും സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിലും കുറവ് വരുന്നില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം മാസ് ബാലൻസ് ചെയ്യുന്നത്. മാസ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന സ്ട്രീമിലെയും 2 എന്ന് പറയുന്ന സ്ട്രീമിലെയും മാസ് കൂട്ടിയതായിരിക്കും മൂന്നാമത് നമുക്ക് അതിൻ്റെ മിക്സിൽ കിട്ടുക. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. അതേപോലെ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അത് നമ്മൾ ബാലൻസ് ഇക്വേഷൻ, എനർജി ബാലൻസ് ഇക്വേഷൻ എന്ത് ചെയ്യുന്ന എഴുതുന്നു. ഇവിടെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, എൻതാൽപ്പി ആണ്. എൻതാൽപ്പി എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് എൻതാൽപ്പിയാണ് അറിയുക. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ എൻതാൽപ്പിയിലേക്ക് മാറ്റണം. എൻതാൽപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആ കണ്ടീഷനിലുള്ള മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എടുക്കുന്നു. ദെൻ അതേപോലെ വാട്ടർ വേപ്പറിൻ്റെ മാസ് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയെ അവിടുത്തെ എയർ സ്ട്രീമിൻ്റെ മാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഈ 3 ബാലൻസ് ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടും, 1, 2, 3. ഇനി ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് M3 ഫ്രം ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. എന്താ പറയുന്നത്, M3 എന്ന് പറയുന്ന വാല്യൂ, M3 എന്ന് പറഞ്ഞാൽ എന്താണ്, M1 + M2. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ M3 എന്ന് പറയുന്നത് ഈ എനർജി ബാലൻസ് ഇക്വേഷനായ രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ M3 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. പേപ്പർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, M1H1 + M2H2 is equal to എന്താണ്, M3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, M1 അതുപോലെ M1 + M2 × H3 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടുന്നത് M1H1 + M2H2 = എന്താ കിട്ടുക, M1 + M2H3 ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഈ M1 + M2 എന്ത് ചെയ്യുക, ഈ H3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും, M1H1 + M2H2 = എന്ത് കിട്ടും, M1H3 എന്ന് കിട്ടും ഇവിടെ, പ്ലസ് അതുപോലെ M2H3 എന്ന് കിട്ടും. അപ്പോൾ ഇത് നോക്കുക, M1H1 + M2H2 = M1H3 + M2H3. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ കിട്ടുന്നത്, H3. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, ഇവിടെ M1 ഉള്ളത് എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, M2 ഉള്ളതിനെ മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ M1 ഇവിടെ ഈ M1 ഉള്ളതിനെ ഞാൻ സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എനിക്ക് എന്ത് ചെയ്യാം, M1H1 - M1H3 എന്ന് എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, M2H3
അല്ലേ? ഇവിടെ M2H3 ആണുള്ളത്. ഇവിടെ നമ്മൾ ആരെ കൊണ്ടുവരുന്നു? M2H2വിനെ കൊണ്ടുവരുന്നു. M2H2വിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. ഇനി ഇങ്ങനെ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതി. M1H1 മൈനസ് M1H3 ഈക്വൽ ടു M2H3 മൈനസ് M2H3 മൈനസ് M2H2. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ M1നെ പുറത്തെടുക്കുക, അതുപോലെ തന്നെ M2നെ പുറത്തെടുക്കുക. കാരണം രണ്ടിനും എന്താണ്? രണ്ടും കോമൺ ആണ്. അപ്പോൾ അങ്ങനെ പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ M1H1 മൈനസ് H3 എന്നും കിട്ടും, ഇവിടെ M2H3 മൈനസ് H2 എന്നും കിട്ടും. എന്നിട്ട് രണ്ടിലും കോമൺ ആണല്ലോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? M1 ഡിവൈഡഡ് ബൈ M1നെ M2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ M1 M2 റേഷ്യോ നിങ്ങൾ എടുക്കുക. അതെടുത്ത് നോക്കുമ്പോൾ M1 ഇവിടെയാണ് വരിക, M2 ഇവിടെ വരികയാണ്. അപ്പോൾ M1 ഡിവൈഡഡ് ബൈ H2 എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ആരാ വരുന്നത്? H3 മൈനസ് H2 ആണ്. ഇവിടെ ആരാ ഉണ്ടാവുക? H1 മൈനസ് H3 ആണ്. റേഷ്യോ എടുക്കുന്ന സമയത്ത് ഇയാളെ നമ്മൾ എന്ത് ചെയ്യും? ഇയാളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ എന്താ കിട്ടുക? H1 മൈനസ് H3 എന്ന് കിട്ടും. അതായത് ഈ കാണുന്ന ഇക്വേഷൻ കിട്ടും. M1 ഡിവൈഡഡ് ബൈ M2 ഇസ് ഈക്വൽ ടു, അതായത് രണ്ട് എയർ സ്ട്രീമിൻ്റെയും മാസസ് തമ്മിലുള്ള റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ്? ഇനി എന്താ നമ്മൾ എൻതാൽപ്പീൻ്റെ കേസിൽ എൻതാൽപ്പി ബേസിൽ പറയുകയാണെങ്കിൽ എങ്ങനെ കിട്ടുന്നത്? H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3. H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3. സിമിലർലി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ M3നെ നമ്മുടെ ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ, അതായത് മാസ് ബാലൻസ് ഓഫ് വാട്ടർ വേപ്പർ ഇക്വേഷൻ, വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും? M3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ M1/M2 എന്ന് പറയുന്ന ആ ഒരു മാസ് റേഷ്യോ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എയറിൻ്റെ മാസ് റേഷ്യോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതുപോലെ W3 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 മൈനസ് W3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? രണ്ട് ഇക്വേഷന് ഈ മാസ് റേഷ്യോന് വേണ്ടി കിട്ടി. അത് രണ്ടും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇതുപോലെ എന്ത് ചെയ്യാം? M1 ഡിവൈഡഡ് ബൈ M2 ഇസ് ഈക്വൽ ടു H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് എന്താ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം? W3 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 മൈനസ് W3. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കാരണം ഈ ഇക്വേഷൻ അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാനും ഇത് നമുക്ക് സൈക്രോമെട്രിക് ചാർട്ടിലേക്ക് എന്ത് ചെയ്യാനും പറ്റത്തില്ല? അടയാളപ്പെടുത്താനും കഴിയില്ല. മൂന്നാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, മൂന്നാമത്തെ പോയിന്റ് സൈക്രോമെട്രിക് ചാർട്ടിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? അത് നമ്മൾ ഈ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു റിലേഷൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അഡിയാബാറ്റിക് മിക്സിങ്ങിൽ ആ മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടി അറിയണമെന്നുണ്ടെങ്കിൽ, ആ 3 എന്ന് പറയുന്ന കണ്ടീഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഈ റിലേഷനിലേക്ക് വന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അത് ഡെറിവേഷൻ ഒന്നും എന്ത് ചെയ്യില്ല, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. സിലബസിൽ അങ്ങനെയൊന്നും പറയുന്നുമില്ല. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. ഈ റിലേഷൻ നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങളിവിടെ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? ഈ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. M1 ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുന്നത് എന്താണ്? H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ M1 ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുന്നത് 9:1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 9:1. 9:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് M1/M2 എനിക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് ഈ ഒരു റേഷ്യോ നമുക്ക് കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഇത് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ പറയുന്ന എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? 3 എന്ന് പറയുന്ന പോയിന്റ്, അതായത് നമ്മുടെ മിക്സ്ചറിൻ്റെ ഫൈനൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ, ഫൈനൽ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് ആ പോയിന്റ്, ഫൈനൽ കണ്ടീഷൻ നമുക്ക് എങ്ങനെ നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു റേഷ്യോ അറിഞ്ഞിരുന്നാൽ മതി. ഈ റേഷ്യോ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഈ W3 കണ്ടുപിടിക്കണം. റിലേഷൻ വെച്ച് W3 കണ്ടുപിടിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറോ H3 അറിയുന്നുണ്ടെങ്കിൽ H3 എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റേഷ്യോ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിൽ അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്കിപ്പോൾ റേഷ്യോ ഫോർ എക്സാമ്പിൾ 9:1 ആണെന്ന് നിങ്ങൾ കരുതുക. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ സൈക്രോമെട്രിക് ചാർട്ടിലേക്ക് വരുന്നു.
നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് വരുമ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്, m1 ഡിവൈഡഡ് ബൈ m2 എന്ന് പറയുന്നത് എന്താ, h3 മൈനസ് അല്ലേ, h3 മൈനസ് h2 ഡിവൈഡഡ് ബൈ h1 മൈനസ് h3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. h3 മൈനസ് h2 ഡിവൈഡഡ് ബൈ h1 മൈനസ് h3 ആണല്ലോ. ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ. m1 ഡിവൈഡഡ് ബൈ m2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നോക്കിക്കേ. m1 എന്ന് പറയുന്ന ആ ഒരു ഭാഗം, m1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, h3 മൈനസ് h2 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗമാണ് h3 മൈനസ് h2. എന്തുപോലെ m2 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ്, 1 to 3 അല്ലേ, ഈ ഒരു ഭാഗമാണ് h1 മൈനസ് h3 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് m2നെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഈ m1 m2 അതായത് നമ്മുടെ ഈ രണ്ട് മാസസ് തമ്മിലുള്ള റേഷ്യോ m1 ഡിവൈഡഡ് ബൈ m2 എന്ന് പറയുന്ന റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിട്ടാണ്, ശ്രദ്ധിക്കുക, അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ലൈനിൽ എന്ത് ചെയ്യുന്നത് ഈ പോയിന്റ് നമ്മുടെ ഫൈനൽ കണ്ടീഷൻ, എയറിൻ്റെ ഫൈനൽ നമ്മുടെ മിക്സറിൻ്റെ ഫൈനൽ കണ്ടീഷൻ ഇതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോയിലാണ് ഈ ലൈനിന് എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. കാണാമല്ലോ, നോക്കിക്കേ. അത് ഇവിടെ നിന്ന് ഈ രണ്ട് കണ്ടീഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 9:1 എന്ന് പറയുന്നതാണ് നമ്മുടെ റേഷ്യോ എങ്കിൽ ഇവിടെ ഇതിനിപ്പോൾ മൊത്തം നമ്മൾ 10 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഇതിനെ മൊത്തം നമ്മൾ 10 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 9 ഭാഗവും എവിടെയാണ് വരിക, 9 ഭാഗവും എവിടെയാണ് വരിക, m1 എന്ന് പറയുന്ന ഭാഗം അല്ലേ. m1 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്, m1 എന്ന് പറയുന്ന ഭാഗത്താണ് വരിക. m1 എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് വരുന്നത്, ആക്ച്വലി m1 എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് h3 മൈനസ് h2 ആണ്. അതായത് 9 ഭാഗവും എന്താ ചെയ്യുന്നത് ഇവിടെയാണ് വരുന്നത് അല്ലേ, h3 മൈനസ് h2. ഇനി m2 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്, m2 എന്ന് പറയുന്നത് എന്താണ്, h1 മൈനസ് h3. അത് എത്രയാണ്, 1. ആ 1 എന്ന് പറയുന്ന ഭാഗം എവിടെയാണ് വരുന്നത്, ഈ 1ൻ്റെ അടുത്താണ് അല്ലേ, ഈ 1ൻ്റെ അടുത്താണ് m2ൻ്റെ ഭാഗം വരുന്നത്. ദാറ്റ് മീൻസ് m2മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആള് 1ൻ്റെ അടുത്ത് കിടക്കുന്നു, m1മായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആള് 2ൻ്റെ അടുത്തുമാണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ എയറിൻ്റെ കണ്ടീഷൻ്റെ അടുത്തുമായിട്ട് അതുമായിട്ടാണ് ബന്ധപ്പെട്ട വരുന്നത്. അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ മാസ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടുത്തെ മാസ് റേഷ്യോൻ്റെ റിവേഴ്സ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിവേഴ്സ് കണ്ടീഷനിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ കാണുന്ന 1, 2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനെ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് m1 ബൈ m2 ഇവിടെ കിട്ടിയത് ഇപ്പോൾ എത്രയാണ്, ഞാൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞെന്താ 9:1 എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് m1 ബൈ m2 9:1 ആണെങ്കിൽ ഇതെന്തപ്പോൾ നമ്മളെ കണ്ടുപിടിച്ചതെന്താണ്, m1 ബൈ m2ൻ്റെ റിവേഴ്സ് റേഷ്യോയിലാണ് ഈ ലൈനിൽ എന്ത് ചെയ്യുക നമ്മുടെ ഫൈനൽ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നത് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ആ പോയിന്റ് 3 എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, 9/1ൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ 1/9. അപ്പോൾ 1 എന്ന് പറയുന്ന ഭാഗം എന്താണ്, 1 എന്ന് പറയുന്ന ഭാഗം ഇത് തിരിച്ചു വരുമ്പോൾ എന്തായി, അത് m2 ആയി അല്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ m2 ഡിവൈഡഡ് ബൈ m1. അപ്പോൾ 1 എന്ന് പറയുന്ന ഭാഗം m1ൻ്റെ അടുത്ത് പോകണം, 1 എന്ന് പറയുന്ന ഭാഗം ഇങ്ങോട്ട് പോകണം, m1ൻ്റെ അടുത്തേക്ക് പോകണം, m1 m2ൻ്റെ അടുത്തേക്ക് പോകണം. 9 എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യണം, 9 എന്ന് പറയുന്ന ഭാഗം m1ൻ്റെ അടുത്തേക്ക് പോകണം. അതായത് ഈ 1:9 ആണെങ്കിൽ 9:1 ആണ് നമ്മുടെ മാസ് റേഷ്യോ എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് 1:9 ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്.
ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അതിനെ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണ് എന്ന് ഞാൻ എന്ത് ചെയ്യാണ് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് തന്നെ നിങ്ങൾ നോക്കുക. ഇവിടെ 9 കിലോഗ്രാം, ഇപ്പോൾ സിംപിളി അസ്യൂം ചെയ്യുക, ഇവിടെ 9 കിലോഗ്രാം ആരുണ്ട്, M1 എന്ന് പറയുന്ന എയർ ഉണ്ട്. ഫസ്റ്റ് എയറിൻ്റെത് 9 കിലോഗ്രാം ആണ്, സെക്കൻഡ് എയറിൻ്റെത് 1 കിലോഗ്രാം ആണ്. അപ്പോൾ 9:1 എന്ന് പറയുന്നതാണ് അവിടുത്തെ റേഷ്യോ. എന്നാൽ അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, അത് ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ റിലേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളത് പറഞ്ഞു. ഇനി അത് ഓക്കെ. അപ്പോൾ ആ ഒരു 9:1 പ്രകാരമല്ല ഇത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത്, എന്തല്ല, ഈ 9:1 പ്രകാരമല്ല കേട്ടോ, ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. ഇപ്പോൾ 9:1 പ്രകാരമാണ് നിങ്ങൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, 9:1 പ്രകാരമാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 9 ഭാഗം എങ്ങോട്ട് പോകണം, 9 എന്ന് പറയുന്ന ഭാഗം എങ്ങോട്ടാ വരിക, 9 എന്ന് പറയുന്ന ഭാഗം നേരെ M2-ൻ്റെ അടുത്തേക്ക് വരും. 9 എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യണം, M2-ൻ്റെ അടുത്തേക്കാണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, 10 ഭാഗമായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്താൽ, 10 ഭാഗമായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്താൽ, 10 ഭാഗമായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്താൽ ഈ 1, ഇപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ, ഇതിനെ 10 ഭാഗമായി ഡിവൈഡ് ചെയ്താൽ അവിടെ നിന്ന് ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 0.3 എന്ന് പറയുന്ന പോയിന്റ് അടയാളപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ ഈ 2-ൽ നിന്ന് 9 ഭാഗം എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 0.3 നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ M1/M2 = 9/1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇവിടെ ഈ പോയിന്റ് അടയാളപ്പെടുത്താൻ. ഇപ്പോൾ 9:1 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 9 മൊത്തം 9/1 ആണ്, മൊത്തം 10 ഭാഗം ഉണ്ടാവും. അപ്പോൾ 10 ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 0.3 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 1-ൽ നിന്ന് ഒരു ഭാഗം പോയാൽ മതി. 1-ൽ നിന്ന് ഒരു ഭാഗം പോയാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ആ 0.3 അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 9 ഭാഗം എന്ത് ചെയ്യുക, എണ്ണുക. എന്നിട്ട് 9ാമത്തെ ആ പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തിയിട്ട് അതുവാണെങ്കിൽ അതാണ് 3 എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന, ഇവിടുന്ന് കൊണ്ട് 1 എടുത്താലും 3 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റും. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇൻവേഴ്സ് റേഷ്യോയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഈ ലൈന്, ഈ ഒരു 1 to 2 എന്ന് പറയുന്ന അഡിയാബാറ്റിക് മിക്സിംഗ് പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനിനെ 0.3 ഡിവൈഡ് ചെയ്യുന്നത്. 0.3 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആഫ്റ്റർ മിക്സിങ് കഴിഞ്ഞിട്ട് വരുന്ന എയറിൻ്റെ കണ്ടീഷനാണ്. ആ എയറിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ആ എയറിൻ്റെ പ്രോപ്പർട്ടി ഈ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു കണ്ടീഷൻ ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടുത്തെ മാസിൻ്റെ ഇൻവേഴ്സ്, ഈ 2 മാസിൻ്റെയും ഇൻവേഴ്സ് റേഷ്യോയിലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു.